നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. വിധിയുടെ കാര്യങ്ങൾ അത് ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതിയുടെ പക്കലെത്തി. ഷേർലി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ മജിസ്ട്രേറ്റ് ആണോ അവർ മറ്റാരെങ്കിലുമാണോ എന്നൊന്നും അറിയാൻ പാടില്ല, അവർ അത് വില പറഞ്ഞുറപ്പിച്ചു. അതുപോലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ ലഭിക്കും. 7, 8, 9, 10 പ്രതികൾ അവരെ വെറുതെ വിടും എന്നൊക്കെയുള്ള വിവരങ്ങൾ വളരെ വ്യക്തമായി എഴുതി കേരള ഹൈക്കോടതിയിലെ പല ജസ്റ്റിസുമാർക്കും കേരള ബാർ അസോസിയേഷൻ പ്രസിഡന്റിനും അതുപോലെ ജസ്റ്റിസ് ബി കമാൽ പാഷയ്ക്കും ഉൾപ്പെടെ ഒരു ഊമക്കത്തായി ആരോ വായിച്ചിരുന്നു. ഈ ഊമക്കത്താണെങ്കിലും അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതേപടി തന്നെയാണ് വിധിന്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. അതേപോലെ സംഭവിച്ചു. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചു, കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 7 മുതൽ 10 വരെയുള്ള പ്രതികൾ അവർ വെറുതെ ഇറങ്ങിപ്പോയി. എങ്ങനെയാണ് ഈ കത്ത് ചോർന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അത് അന്വേഷണം വരുമ്പോൾ കണ്ടുപിടിച്ചോളൂ. പക്ഷേ ഈ കേസിനെ കുറിച്ച് എല്ലാവരും മാപ്രകൾ എന്നൊക്കെ പറഞ്ഞ ആളുകളെ, ഈ മാധ്യമത്തിനെയൊക്കെ കളിയാക്കുമ്പോൾ, ഈ മാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഈ നാട്ടിൽ സംഭവിക്കുന്നത് എന്തൊക്കെയായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ ഇതിനെക്കുറിച്ചൊരു അപഗ്രഥനം നടത്തിയത് ഒന്ന് കേൾക്കാം. ഒന്നാമത്, ഈ കേസിൽ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്ന ആരാണ്? സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ അസൈൻ ചെയ്യുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരാണ്. നോക്കൂ, ഈ കേസിൽ ആദ്യം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വന്ന ആരായിരുന്നു? സുരേഷൻ എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകനായിരുന്നേ. അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹം ഇടയ്ക്ക് വെച്ചിട്ട് ഈ പറയുന്ന പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന പദവി രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. എന്തായിരുന്നു അതിന്റെ കാര്യം? ഈ പറയുന്ന ജഡ്ജിയുമായി ഈ പ്രോസിക്യൂട്ടർ വാക്കേറ്റം പോലും ഉണ്ടായി എന്നാണ് കോടതിക്ക് പുറത്തേക്ക് വന്ന വിവരങ്ങൾ. താൻ പറയുന്ന പല കാര്യങ്ങളും എഴുതിയെടുക്കാൻ പോലും ജഡ്ജി തയ്യാറാകുന്നില്ല എന്ന വിമർശനം പ്രോസിക്യൂട്ടർക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ പോലും കോടതി മുറിക്കുള്ളിൽ അരങ്ങേറുകയുണ്ടായി. അവസാനം ഈ കോടതി പ്രതിഭാഗത്താണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് ആദ്യം വന്നയാൾ രാജിവെച്ച് പോകുന്നത്. അതിൽ നിന്ന് തന്നെ ഈ കേസിൽ കോടതിയുടെ സമീപനത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് സംശയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ പ്രോസിക്യൂട്ടർ വന്നു, അനിൽകുമാർ എന്നാണ് പേര്. അദ്ദേഹവും വളരെ മിടുക്കനായിട്ടുള്ള ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹവും ഇടയ്ക്ക് വെച്ച് രാജിവെച്ച് പോവുകയാണ്. കാര്യം എന്താണ്? വളരെ ആന്റഗോണിസ്റ്റിക് ആയിട്ട് കോടതി പെരുമാറുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിനും ഉണ്ടാകുന്നു. പ്രതിയോടാണ് കൂടുതൽ താല്പര്യം, അതിജീവിതയോട് യാതൊരു സിമ്പതിയുമില്ല എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന പ്രതിഭാഗം വളരെ ക്രൂരമായിട്ട് ഈ അതിജീവിതയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോടതി അത് ആസ്വദിക്കുകയായിരുന്നു എന്ന് പോലും അതിജീവിതയ്ക്ക് ആരോപണമുണ്ടെന്നേ. അവർ കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ കോടതിയുടെ സമീപനത്തെ കുറിച്ച് ആദ്യം തന്നെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ വാദം കേൾക്കേണ്ടത് വനിതാ ജഡ്ജി തന്നെ ആയിരിക്കണമെന്ന് ആവശ്യപ്പെട്ടതാരാ? അതിജീവിതയാണ്. സ്വാഭാവികമാണല്ലോ. അവർ വളരെ പേഴ്സണലായ ചില കാര്യങ്ങളാണ്, അവർക്കുണ്ടായിട്ടുള്ള ലൈംഗികമായ ദുരനുഭവമാണ് അവർ പറയാൻ പോകുന്നത്. അതൊരു വനിതാ ജഡ്ജിയാണ് എങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വനിതാ ജഡ്ജിയെ അനുവദിക്കുന്നത്. ആ വനിതാ ജഡ്ജിയുടെ മുമ്പിലാണ് ഈ കേസിന്റെ വിചാരണ നടന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിജീവിത ആവശ്യപ്പെട്ടത് എന്താ? കോടതി മാറ്റണം എന്നാണെന്നേ. എന്തിനാണ് ഈ അതിജീവിത കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്? ആരത് ആവശ്യപ്പെട്ടാലും അതിന്റെ അർത്ഥം അവർക്ക് ആ കോടതിയിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. അവർക്ക് ആ കോടതിയിൽ വിശ്വാസമില്ല എന്ന് വരുമ്പോൾ കോടതിക്കും ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതും പൊതുസമൂഹം അക്കാലഘട്ടത്തിൽ ചർച്ച ചെയ്തതാണല്ലോ. അവരുടെ പക്ഷേ ആ ആവശ്യം നിരസിക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം വളരെ വൈകിയാണ് വിചാരണ തുടങ്ങി, വളരെ വൈകിയാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് കണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി ആ ആവശ്യം തള്ളിക്കളഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ കേസിന്റെ വളരെ പ്രത്യേകപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഒരു സെന്ററിൽ ഒരു ജഡ്ജിക്ക് കൊടുക്കുന്ന പരമാവധി കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അതിനുശേഷം അവരെ മാറ്റേണ്ടതുണ്ട്. എന്നാൽ ഈ കേസിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ഒറ്റ ജഡ്ജിയാണ് കേട്ടോ ഈ വാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേസിന്റെ സുഗമമായ പുരോഗതിക്ക് അത് ഗുണകരമാകുമെന്ന് കരുതിയിട്ടാവാം. എന്തായാലും വളരെ പ്രത്യേകതകളുള്ള ഒരു കേസായിരുന്നു ഈ കാര്യം. ഈ പറയുന്ന കേസ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ അർത്ഥത്തിൽ കോടതിയുടെ സമീപനത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഗൂഢാലോചനയിൽ ഈ പറയുന്ന നടൻ ദിലീപിന് യാതൊരു പങ്കാളിത്തവുമില്ല എന്ന് പറയുമ്പോൾ സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള പല എവിഡൻസും ഉണ്ട്. ഈ
ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി തന്നെ പല ആളുകളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം ചില എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം കോടതിയിൽ കൃത്യമായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ ആ സാഹചര്യപരമായ തെളിവുകളെ ഒന്നും കണക്കിലെടുക്കാതെ തന്നെയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. കേട്ടല്ലോ. ഇനിയുമുണ്ട്. സർക്കാരുമായി ഒക്കെ വളരെ അടുപ്പത്തിലുണ്ടായിരുന്ന ശ്രീ ജോസഫ് സി മാത്യു. ഈ ജോസഫ് സി മാത്യുവും ചാനൽ ചർച്ചകളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ വളരെ കൃത്യതയോടെ പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെയും കൂടെ ഈ കേസുള്ള ചില അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞത് അതുകൂടി ഒന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു, അവിടുന്ന് മെമ്മറി കാർഡ് നഷ്ടമായതിനെക്കുറിച്ച് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പറയുന്നു, വി ഹാവ് ഫെയിൽഡ് ടു പ്രൊട്ടക്ട് യുവർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ജനങ്ങളുടെ അവിടെ വാദിയായി വന്ന ആൾക്കാരുടെ ഒരു വിക്ടിമിന്റെ മൗലികാവകാശം സംരക്ഷിക്കുന്നതിൽ കോടതി പരാജയപ്പെട്ടെങ്കിൽ നടപടിയുടെ പുറത്തുണ്ടാകുന്ന മൗലികാവകാശ ലംഘനങ്ങൾക്ക് നമ്മൾ കോടതിയെ സമീപിച്ചിട്ട് അവർ നമുക്ക് മൗലികാവകാശ സംരക്ഷണം നേടിത്തരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് റിസോർട്ടാണെന്ന് പറയുകയാണെങ്കിൽ കോടതിയിൽ വെച്ച് ഈ സർവൈവറുടെ മൗലികാവകാശം ഭഞ്ജിക്കപ്പെട്ടെങ്കിൽ അതിന്റെ നടപടിയുടെ അങ്കമാലി കോടതിയിൽ നിന്ന്, ഈ എറണാകുളത്തെ കോടതിയിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? അതിന്റെ ഹാഷ് വാല്യൂ മാറിയതായിട്ട് നമുക്കറിയാം. ഞാൻ ഈ സാങ്കേതിക വിദ്യാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയാം, അത് വ്യൂ ചെയ്യുന്നത് കൊണ്ട് ഹാഷ് വാല്യൂ മാറില്ല. അതിലൊരു എഡിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹാഷ് വാല്യൂ മാറുള്ളൂ. ഇതാണ് ഇതിന്റെ ടെക്നിക്കൽ ട്രൂത്ത്. എങ്ങനെയാണ് ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയത്? അത് സംരക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? അത് ഒരു ഫോറൻസിക് ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്മേൽ 2 വർഷം പോലീസിനെ പോലും അറിയിക്കാതെ അത് എങ്ങനെയാണ് ഒരു ജഡ്ജിക്ക് കൈവശം പിടിച്ചുകൊണ്ടിരിക്കാൻ നടക്കുക? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ സോളാർ കേസിന്റെ സമയത്ത് നമ്മൾ കണ്ടു, ഒരു 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ഒരു മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നു പ്രബലര് എങ്ങനെയാണ് പ്രതിസ്ഥാനത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഈ നിയമം വഴിമാറി പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യത്തിൽ ഇവിടുത്തെ നീതി നിർവഹണ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെ ഇല്ലാതാക്കുന്നതാണ് എക്സിക്യൂട്ടീവ് ആയാലും ജുഡീഷ്യറി ആയാലും ചെയ്യുന്ന ഈ പ്രവർത്തികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട കോടതികൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതാണ്. ഇത് അതിജീവിത സുപ്രീം കോടതി വരെ പോയപ്പോഴും ഇത് ജഡ്ജിമാർക്ക് പേടി കൂടാതെ അവരുടെ കൃത്യം നിർവഹിക്കണമെങ്കിൽ ഇപ്പോൾ ജഡ്ജിയെ മാറ്റുന്നത് ശരിയാവില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി. ഞാൻ ചോദിക്കുന്നത്, ജഡ്ജിമാർ മാത്രം പേടിയില്ലാതെ പ്രവർത്തിച്ചാൽ മതിയോ? ഇവിടെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവർക്ക് പേടിയില്ലാതെ പ്രവർത്തിക്കണ്ടേ? ജോലിക്ക് പോകുന്നവർക്ക്, പുറത്തിറങ്ങി നടക്കുന്നവർക്ക് പേടിയില്ലാതെ പ്രവർത്തിക്കണ്ടേ? അപ്പോൾ ഈ മൗലികാവകാശ സംരക്ഷണം പോലും ഉറപ്പ് നൽകാൻ പറ്റുന്നില്ല. അവിടെ വെച്ച് ഇത് ഭഞ്ജിക്കപ്പെടുകയാണ്. അവിടെ അതിന് പിടിക്കപ്പെടുന്നവർക്ക് എതിരെ ശിക്ഷയില്ല. അപ്പോൾ അവിടെ നിന്ന് പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ജഡ്ജി അഡ്വക്കേറ്റുമാരായിട്ടുള്ളവരൊക്കെ ഇന്ന് ഏത് സ്ഥാനത്താണ് എത്തുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഇതൊരു വിശ്വാസത്തെ മുഴുവൻ ഹനിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി നടക്കുകയാണ്. ഒരു ഓപ്പൺ കോടതിയിൽ വിചാരണ നടത്തണം എന്ന് നമ്മൾ പറയുന്നത് തന്നെ എന്തിനാണെന്ന് പറഞ്ഞാൽ, ഇത് സമൂഹത്തിന് ഒരു ഡെറ്ററന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവിടെ ചില പ്രബലരുടെ കാര്യം വരുമ്പോൾ ഇപ്പം തന്നെ പ്രതിയൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് ഇത് ക്ലോസ് ഡോർ നടത്തുന്നത്. എൻ്റെ വിചാരം ഇതിൻ്റെ നാൾ വഴികൾ പൊതുജനം അറിയണമെന്നുള്ളതാണ്. ഈ കൊട്ടേഷൻ റേപ്പ് അല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവര് അവരുടെ ലൈംഗികേച്ഛ തീർക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് എങ്കിൽ ഇവർക്ക് സാമാന്യ ബുദ്ധിയില്ല. ഈ പ്രതികളെയെല്ലാം ശിക്ഷിക്കേണ്ടത് ജയിലിലേക്ക് വിടുകയല്ല, മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വിടുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇവർ തന്നെ ഇവർക്കെതിരെയുള്ള തെളിവ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവർക്കെതിരായിട്ട് ഇന്ന് കോടതിയിൽ വന്ന മുഴുവൻ തെളിവുകളും വീഡിയോ ദൃശ്യങ്ങളും ഇവർ തന്നെ റെക്കോർഡ് ചെയ്തതാണ്. നമ്മളത് പരിശോധിക്കുമ്പോൾ കാണുന്നത് എന്താണ്? നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീഡിയോ എടുത്താൽ ഞാൻ വീണ്ടും വീണ്ടും എടുക്കേണ്ടി വരും. നിങ്ങൾ സന്തോഷത്തോടുകൂടി ഇതിൽ പങ്കാളിയാകുന്ന ഒരു വീഡിയോ കിട്ടിയാലേ എനിക്കിത് നിർത്താൻ കഴിയൂ എന്ന് പറയുന്നത് വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. വിവാഹത്തിന്റെ നിശ്ചയം കഴിഞ്ഞ മോതിരം കാട്ടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്നതിന്റെ ദൃശ്യം വേണമെന്ന് പറയുന്ന കാര്യം വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ആർക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തതാണ്? ഇത് കൊട്ടേഷൻ റേപ്പ് അല്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പം സമൂഹത്തിന്റെ, സാമാന്യ ജനത്തിന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന നടപടി, വിധിയാണ് ഇന്ന് നിർഭാഗ്യകരമായിട്ടുണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത്, ദുഷ്യന്താവെ കഴിഞ്ഞ ഒരു ദിവസം സുപ്രീം കോടതിയിലെ പല വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ദിസ് ജുഡീഷ്യറി ഹാസ് ഫെയിൽഡ് ജസ്റ്റിസ്, ഇറ്റ് ഹാസ് ഫെയിൽഡ് ദി നേഷൻ. യഥാർത്ഥത്തിൽ അത് അടിവരയിടേണ്ട ഒരു വിധിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ന്യായം നടത്തില്ല എന്ന് സമൂഹത്തിന് തോന്നുന്ന രീതിയിലുള്ള ഒരു വിധി പ്രസ്താവമാണ് ഉണ്ടായിട്ടുള്ളത്. ആ കോടതിയിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ പ്രോസിക്യൂട്ടർമാർക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു. സുരേഷ് എന്ന് പറയുന്ന ആദ്യത്തെ ആള് രാജിവെച്ച് പോകേണ്ടി വന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയാം ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായത്?
ദിസ് ഈസ് പ്രോസ്റ്റിറ്റ്യൂഷൻ നോട്ട് പ്രോസിക്യൂഷൻ എന്ന് പറയാണ്. ഒരു പുതുതായിട്ടൊരു വനിതാ വിറ്റ്നസിനെ ആഡ് ചെയ്യണമെന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് പുറത്ത് ഇരകളായിട്ടുള്ളവരെ അപമാനിക്കുന്നവർ ജയിലിൽ കിടക്കുകയാണ്, പക്ഷെ കോടതിയിൽ നടക്കുകയാണ്. ഇതിലെ സർവൈവറായിട്ടുള്ള ആൾ പറയുകയാണ് ജഡ്ജി ഹോസ്റ്റൈലായി എന്ന് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ ചോദിച്ചു വാങ്ങിയതാണ്, ഒരു വനിതാ ജഡ്ജി വേണം എന്ന് ചോദിച്ചു വാങ്ങി അവിടെ പോയതാണ്. ആ കോടതിയിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇതുപോലെയുള്ള 100 അഭിപ്രായങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും കൊണ്ട് ഈ വിധിക്കെതിരെ കേരളത്തിലെ സ്ത്രീകൾ, കേരളത്തിലെ മനസാക്ഷിയുള്ള ആളുകൾ ഇതിനെതിരെ ഇന്ന് ആഞ്ഞടിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്താണ് ഇതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിജീവിത മേൽക്കോടതിയിലേക്ക് പോകുന്നു. കേരള സർക്കാർ ഇത് അപ്പീൽ കൊടുക്കാനായി തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്താണെങ്കിലും ഇതൊരു വല്ലാത്ത കേസായി.